ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച പ്രൊമോ മാത്രമായിട്ട് വന്നത്. അങ്ങനെ ശ്രുതിയുടെയും അശ്വിൻ്റെയൊക്കെ കെട്ടിറങ്ങി കഴിയുമ്പോഴേക്കും ശ്രുതി നിലത്ത് നിൽക്കുന്ന സമയത്ത് ശ്യാം വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, എന്തായാലും നീ കുടിച്ചത് കൊണ്ട് എനിക്കാണ് ഉപകാരം ഉണ്ടായത്, നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റി എന്ന് പറയാണ്. ശ്രുതി അപ്പം ഞെട്ടി ശ്യാമിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അതെ അശ്വിൻ നിന്നെ ബലം പ്രയോഗിച്ചും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയാണ് കല്യാണം കഴിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോവാട്ടോ. ശേഷം ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, അതെ സത്യങ്ങളൊക്കെ അറിഞ്ഞു, ഈ രണ്ടുപേരെ രണ്ട് വഴിയാക്കിയേ പറ്റൂ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അശ്വിൻ അറിയാതെ ഒരു മരുന്ന് മാറി വെക്കുന്നുണ്ട് കേട്ടോ. അതറിയാതെ മരുന്ന് മാറി വെക്കുന്നതാണ്. അതെടുത്തിട്ട് നമ്മുടെ പ്രീതി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവിടെ വലിയൊരു കോലാഹലം തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലാവും അശ്വിനാണ് ഈ മരുന്ന് മാറ്റി വെച്ചത്, അറിയാതെ മാറ്റി വെച്ചാണ്. ശ്രുതി വിചാരിക്കുന്നത് മനഃപൂർവ്വം ചെയ്തതാണ്, തന്നെയും അതുപോലെ തന്നെ ചേച്ചിനെയും കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന് വെച്ചിട്ട് അശ്വിനോട് ഭയങ്കര ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അശ്വിൻ മനസ്സിലാവാത്ത കാര്യം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയും. ഒരുപാട് കാര്യങ്ങൾ പറയാൻ നോക്കുന്നുണ്ടെങ്കിൽ ശ്രുതി അതൊന്നും വിശ്വസിക്കുന്നില്ല. ശ്രുതി ഈ കാര്യം മുത്തശ്ശിയെടുത്തും അവിടെ ഉള്ളവർക്കൊക്കെ പറയേണ്ട, എല്ലാത്തിനും കാരണം ഈ അശ്വിൻ സാറാണ്, ഇയാളാണ് മരുന്ന് മാറ്റി വെച്ചെന്നൊക്കെ പറയുകയാണ്. പക്ഷേ അശ്വിൻ അത് മനഃപൂർവ്വം ചെയ്യണതല്ല, അറിയാതെ ചെയ്തു പോകണതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.